അടുത്തിടെ നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്നാണ് ദാറ്റ് ഇസ് എമ്പുരാൻ. ആ സിനിമ റിലീസായി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും എമ്പുരാൻ സംസാരിക്കപ്പെടുകയാണ്. വിലായത് ബുദ്ധയുടെ പ്രൊമോഷൻ പരിപാടിയുടെ ഇടയിലാണ് പൃഥ്വിരാജ് ഈ ഒരു കാര്യം പറയുന്നത്. എന്താ പറയുന്നത്? പൃഥ്വിരാജ് പറയുന്നത് ഈ സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട്, എമ്പുരാൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് ഞാൻ നായക നടനോടും നിർമ്മാതാവിനോടും ഒക്കെ സംസാരിച്ചു. വെയിറ്റ് എ മിനിറ്റ്, ഒന്നുകൂടെ ആവർത്തിക്കൂ. നായക നടനോടും നിർമ്മാതാവിനോടും. നായക നടനാരാണ്? ലാലേട്ടൻ. നിർമ്മാതാവാരാണ്? ആൻ്റണി പെരുമ്പാവൂർ. രണ്ടുപേരുടെയും പേര് പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞിട്ടില്ല. പറയാത്തത് എന്തുകൊണ്ടാണെന്നും അറിയില്ല. ഒരു ഫ്ലോയിൽ നായകനും നിർമ്മാതാവും എന്ന് പറഞ്ഞതാണെങ്കിൽ ആയിക്കോട്ടെ, വൈറൽ ചായ തർക്കിക്കുന്നില്ല, ചായ വൈറലാക്കാൻ നോക്കുന്നുമില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ലാലേട്ടൻ എന്ന വ്യക്തിയുടെ പേരോ ആൻ്റണി പെരുമ്പാവൂർ എന്ന വ്യക്തിയുടെ പേരോ പൃഥ്വിരാജ് അതിനകത്ത് പറഞ്ഞിട്ടില്ല. നായകനും നിർമ്മാതാവും എന്നാണ് കോട്ട് ചെയ്തത്. ഉടനെ പറയരുത് ഞാൻ പഴയ രേവതി നടിമാർ എന്ന് മോഹൻലാൽ വിളിച്ച കാര്യം, അതുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. ഞാൻ പറയുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ? ലൂസിഫർ റിലീസാവുന്ന സമയത്തോ എമ്പുരാൻ റിലീസാവുന്ന സമയത്തോ ഒക്കെ പൃഥ്വിരാജ് ലാലേട്ടൻ 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 മോഹൻലാൽ മോഹൻലാൽ ലാലേട്ടൻ ലാലേട്ടൻ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പൃഥ്വിരാജ് എമ്പുരാൻ റിലീസിന് ശേഷം മാത്രം എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് എന്നതൊരു സ്വാഭാവികമായിട്ടും വെറുതെ നടനും നിർമ്മാതാവും എന്ന് വിളിച്ചതൊന്നുമല്ല. ശരി, ഞാൻ പറയാൻ വന്നതൊന്നുമല്ല. പക്ഷേ ഞാൻ പറയാൻ വരുന്നത്, പൃഥ്വിരാജ് എന്ന നടന് നേരെ അന്നുണ്ടായ സൈബർ ബുള്ളിങ് ആക്രമണങ്ങളൊക്കെ തന്നെ പറഞ്ഞു. പൃഥ്വിരാജ് തന്നെ ഒഫീഷ്യലി പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. അത് അന്ന് ലാലേട്ടൻ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് FB പോസ്റ്റ് ഇട്ടപ്പോൾ പോലും പൃഥ്വിരാജ് അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല കേട്ടോ. പൃഥ്വിരാജ് അത് റീഷെയർ മാത്രമാണ് ചെയ്തത്. അതായത് ആ പോസ്റ്റ് എടുത്ത് ഷെയർ ചെയ്തു എന്നുള്ളതാണ്. തിരക്കഥാകൃത്തായ മുരളി ഗോപി ഒന്നുമേ ചെയ്തില്ല. ആൻ്റണി പെരുമ്പാവൂർ അത് ചെയ്തു. മുരളി ഗോപി ഒരു അക്ഷരം എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ല. മുരളി ഗോപി പറഞ്ഞത് ഇത് എൻ്റെ കണ്ടൻറ്റാണ്, ഞാൻ എഴുതിയ സിനിമ ഇതാണ്, എൻ്റെ തിരക്കഥ ഇതാണെന്ന് തന്നെയാണ് മുരളി ഗോപി അതിനുശേഷമുള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞു വരുന്നത്. പൃഥ്വിരാജ് ആവട്ടെ അന്ന് ഒന്നും പറഞ്ഞിരുന്നില്ല, അത് റീഷെയർ ആണ് ചെയ്തത്. ഇന്നും മാപ്പ് പൃഥ്വിരാജ് പറയുന്നില്ല. മാപ്പോ ഖേദപ്രകടനമോ ഒന്നും പൃഥ്വിരാജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. പൃഥ്വി പറയുന്ന ഒരു കാര്യമാണ്, അതായത് ഈ സിനിമയുടെ തിരക്കഥ ഞാൻ വായിച്ചു, എനിക്കിഷ്ടപ്പെട്ടു, അത് അതിൻ്റെ നായക നടനോടും നിർമ്മാതാവിനോടും പറഞ്ഞു. ആ രണ്ട് കാര്യങ്ങളും പൃഥ്വി വ്യക്തമാക്കുന്നുണ്ട്. അവർക്ക് ആർക്കും എതിർപ്പില്ല. ഈ സിനിമ ചെയ്യുന്നു, പ്രശ്നമാകുന്ന രീതിയിലേക്ക് മാറുന്നു. പക്ഷേ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി താൻ ഈ സിനിമ ചെയ്യുന്നില്ല എന്നാണ് പൃഥ്വി പറയുന്നത്. അതായത് പൃഥ്വിയുടെ കാര്യം വ്യക്തമാണ്. പൃഥ്വി പറയുന്നത് അങ്ങനെ ഒരു സാധനം ചെയ്യാൻ വേണ്ടി ഞാനൊരു സിനിമ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാനൊരു FB പോസ്റ്റ് ഇട്ടാൽ പോലെ, ഇത്രയും കോടികൾ മുടക്കി എന്തിനാണ് ഞാനൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യുന്നതെന്നുള്ളതാണ് പൃഥ്വി പറയുന്നത്. അന്ന് ഏറ്റവും ഉയർന്ന വിമർശനങ്ങൾ എന്താണ്? പൃഥ്വിരാജ് നായകനോടും നിർമ്മാതാവിനോടും കാണിച്ച ചതി, ആ നായകനെ അറിയിക്കാണ്ട് ഈ സിനിമ ചെയ്തു, കട്ട് ചെയ്ത ഭാഗത്തിൽ വേറെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സിനിമയിൽ ലാലേട്ടന് വളരെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. ഇത് പറയുന്നത് പൃഥ്വിയുടെ കഥയാണ്, പൃഥ്വിയുടെ കഥാപാത്രത്തിൻ്റെ കഥയാണ്, അതുകൊണ്ട് ലാലേട്ടന് അറിഞ്ഞില്ല എന്നുള്ളതൊക്കെയാണ്. അത് കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പൃഥ്വി പറയുകയും ചെയ്തത്. ഇതിനകത്ത് പൊളിറ്റിക്കലി കറക്റ്റ് ചെയ്യാൻ ഒന്നുമില്ല. ഇത് എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ ചെയ്തു, അത് നായകനോടും പറഞ്ഞു, നിർമ്മാതാവിനോടും പറഞ്ഞു, കഴിഞ്ഞു എന്നുള്ളതാണ് പൃഥ്വിരാജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. വളരെ ബോൾഡ്, വളരെ ആവശ്യമുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ മറുചോദ്യം ഇതാണ്, പിന്നെ എന്തുകൊണ്ട് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇത്രയും അധികം നിങ്ങൾക്ക് ആ കഥമേൽ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇത്രമേൽ ആ സിനിമയ്ക്ക് മേൽ ഇത്രയധികം കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് റീസെൻസറിങ്ങിന് കൊടുത്തത്? 2-3 വിമർശനങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എന്തിനാണ് റീസെൻസറിങ്ങിന് കൊടുത്തു? ലാലേട്ടൻ എന്തിന് ഖേദം പ്രകടിപ്പിച്ചു? അത്രമാത്രം വൈറലായിരുന്നു, അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ രീതിയിലേക്ക് അന്ന് ഈ സിനിമയുടെ കഥ മാറി, സംസാരം മാറി എന്നുള്ളത് വ്യക്തമാണെങ്കിൽ പോലും നിങ്ങൾക്കത്ര ഉറപ്പുണ്ടായിരുന്നെങ്കിൽ സംവിധായകൻ സൃഷ്ടി ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ നിങ്ങൾ എന്തിന് അത് റീസെൻസറിങ്ങിന് കൊടുത്തു എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ടായിരുന്നെങ്കിൽ എവിടെ നിന്നും പ്രഷർ വന്നാൽ പോലും നിങ്ങൾക്കത് ചെറുക്കാമായിരുന്നു. നമ്മൾ അന്ന് തൊട്ട് തുടങ്ങിയ സ്റ്റോറി ബിൽഡിങ്ങും ഡെവലപ്മെൻറ്റും ഇന്നെത്തി നിൽക്കുന്ന സിനിമയും അല്ലേ സാർ, എന്തിനാണ് നമ്മളിത് റീസെൻസറിങ്ങിന് കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു വാക്ക് പറയാമായിരുന്നു. പക്ഷേ നിങ്ങൾ റീസെൻസറിങ്ങിന് കൊടുത്തതോടുകൂടിയാണ് കാര്യങ്ങൾ വീണ്ടും വഷളാകുന്നത്. സോ അതൊരു വളരെയധികം സ്ട്രോങ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നും വിശ്വസിക്കുന്നു. ബട്ട് സ്റ്റിൽ പൃഥ്വി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, എയറിലുണ്ടായിരുന്ന കുറച്ച് സംശയങ്ങൾ തീർത്തുകൊണ്ടാണ് വിലായത് ബുദ്ധയുടെ പ്രൊമോഷൻ പരിപാടിയിനിടയിൽ പൃഥ്വി ഈ കാര്യം പറഞ്ഞ് രംഗത്തെത്തുകയും ചെയ്തു. സോ ആ ഒരു സാഹചര്യവും കൂടി നിലവിൽ നിൽക്കുകയാണ്. അങ്ങനെ നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ലാലേട്ടനുമായി ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും ഇപ്പോൾ ഒരു ഇടയ്ക്കൊരു ബോയ്ക്കോട്ട് കണ്ടല്ലോ മക്കളെ. അതെന്തുവാ? ബോയ്ക്കോട്ട് മേജർ രവി. അതായിരുന്നു സംഭവം. അതായത് എന്ത് സംഭവം? ലാലേട്ടൻ മേജർ രവിയുമായിട്ടൊരു സിനിമ ചെയ്യുന്നതായിട്ടൊരു അനൗൺസ്മെൻറ്റ് വരുന്നു. പെഹൽഗാം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ടാണ് ആ സിനിമ. അപ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പൂജയുടെ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നു. മേജർ രവിയുടെ സ്ക്രിപ്റ്റ് ബൗണ്ടിങ്ങും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. സോഷ്യൽ മീഡിയയിലും എക്സിലും FBയിലും ഇൻസ്റ്റഗ്രാമിലും സ്നാപ്ചാറ്റിലും ഒക്കെ തരംഗമാകുന്നു. എന്താണ്? ബോയ്ക്കോട്ട് മേജർ രവി. എന്തിനാണ് മോഹൻലാൽ 2025 പോലൊരു വർഷത്തിൽ ഇത്രയധികം ബ്രഹ്മാണ്ഡ സിനിമകൾ, ബോക്സ് ഓഫീസ് കളക്ഷനുകൾ നിരത്തിവെച്ച നായകൻ
മേജർ രവി പോലൊരു സംവിധായകൻ്റെ കൂടെ സിനിമ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളതായിരുന്നു നെറ്റിസൻസിൻ്റെ ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാണ്ഡഹാറും 1971 ബിയോണ്ട് ബോർഡേഴ്സും തുടങ്ങിയ സിനിമകളൊക്കെ നൽകിയ മേജർ രവിയുടെ മുമ്പിൽ എന്തിനാണ് സാർ പോയി സിനിമ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ മേജർ രവി പെഹൽഗാമിൽ പോയി ആദ്യഘട്ട ഷൂട്ടിങ്ങും കഴിഞ്ഞു സാർ. അതാണ് ഇതിൻ്റെ കോമഡി. അതായത് മേജർ രവി ഷൂട്ടിങ്ങും കഴിഞ്ഞു, ആദ്യഘട്ടത്തെ ഷെഡ്യൂളും കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ നമുക്ക് പറയാനുള്ളത്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. പെഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ ഇസ് ഓൺ ഫ്ലോർസ്. അതിൻ്റെ ആദ്യഘട്ട ഷൂട്ടിംഗ് ഷെഡ്യൂൾ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഔദ്യോഗിക വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഇവിടെ ബോയ്ക്കോട്ട് മേജർ രവി പരിപാടിയൊക്കെ നടക്കുമ്പോൾ മേജർ രവി അവിടെ ക്രൂവിനെയും കൊണ്ട് പെഹൽഗാമിൽ പോയി ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നുള്ളതാണ് പറയേണ്ടത്. അറിയാത്തവർക്ക് വേണ്ടി അറിയുന്നതാണ്. കഴിഞ്ഞ ദിവസം ആണ് അവർ ഒഫീഷ്യലി അത് പുറത്ത് പറയുന്നത്. ആ ഒരു പുറത്ത് പറയുന്ന പശ്ചാത്തലത്തിൽ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു സൈനിക പടം തന്നെയായിരിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വളരെ ഗംഭീരമായ ക്രൂ ആണ് ഈ സിനിമയിലുള്ളത്. തിരുവാണ് ക്യാമറ ചെയ്യുന്നത്. ആനിമൽ എന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ് ഈ സിനിമയിൽ കൊളാബറേറ്റ് ചെയ്യുന്നത്, മലയാളിയാണ്. അങ്ങനെ വലിയ ഗംഭീരമായ ക്രൂ. കീച്ചയാണ് അതിൻ്റെ സ്റ്റണ്ട് ഡയറക്ഷൻ ചെയ്യുന്നത്. അങ്ങനെ വളരെ ഗംഭീരമായൊരു ക്രൂ തന്നെയാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത്. ഒപ്പം മേജർ രവി വിത്ത് മോഹൻലാൽ എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതും അൺഒഫീഷ്യലാണ് കേട്ടോ. മോഹൻലാലിൻ്റെ ഒരു അടുത്ത സിനിമയായിട്ട് ഇത് വരുന്നു എന്നുള്ള പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. പക്ഷേ പെഹൽഗാമിൻ്റെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത സിനിമയാണ് മേജർ രവി ചെയ്യുന്നതെന്ന് വന്നിരുന്നു. അതിൻ്റെ ഔദ്യോഗികമായി അതിൻ്റെ ആദ്യഘട്ട ഷൂട്ടിങ്ങും കൂടി പൂർത്തിയായിട്ടുണ്ട്. ശരി, പെഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ ചിലപ്പോൾ മോഹൻലാലാണ് നായകൻ എന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ലായിരിക്കും. പക്ഷേ മോഹൻലാലിൻ്റെതായി ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് വന്നൊരു സിനിമയുണ്ട്. ഓസ്റ്റിൻ ഡാൻ തോമസിൻ്റെ സംവിധാനത്തിൽ ലാലേട്ടൻ പോലീസ് വേഷത്തിലെത്തുന്ന L365 എന്നുള്ളതാണ് ആ സിനിമയുടെ പേര്. ആ സിനിമ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സെർച്ചിങ് ആണ്, ഹാഷ്ടാഗ്സിൽ വളരെയധികം ട്രെൻഡിങ്ങുമാണ്. അപ്പോൾ ആ നിൽക്കുന്ന സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്യാൻ പോകുന്നത് ഷാജി കുമാറാണ്. ഷാജി കുമാർ, അതായത് മലയാളം ബോക്സ് ഓഫീസ് കൊമേഴ്ഷ്യൽ സിനിമകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമാറ്റോഗ്രാഫർ ഉണ്ടെങ്കിൽ ദാറ്റ് ഷാജി കുമാർ. ഷാജി കുമാർ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നോക്കണ്ട, തുടരുമൊക്കെ ചെയ്ത അതേ ഷാജി കുമാർ തന്നെയാണ്. പുലിമുരുകനും തുടരുമൊക്കെ തന്നെ ആ ഒരു ബ്ലോക്ക് ബസ്റ്റർ കോംബോ തിരികെ വരികയാണ് ഗൈസ്. അങ്ങനെ L365 ഇസ് ബീങ് റോൾഡ് ബൈ ഷാജി കുമാർ എന്നുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കുറച്ചധികം ക്രൂവും ഈ സിനിമയുമായിട്ട് അണിനിരക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയും കൂടിയാണല്ലോ L365 എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമ എങ്ങനെയായിരിക്കും ലാലേട്ടൻ പ്രത്യേകിച്ച് പോലീസ് വേഷത്തിലേക്ക് വരുമ്പോഴേക്കും ഈ ട്രോൾ എന്ന പരിപാടി ഉണ്ടല്ലോ, ഈ താടിയുടെ ട്രോൾ, ലാലേട്ടനെ വെച്ചിട്ട് താടിയുടെ ട്രോൾ, അങ്ങനെ താടിയുമായിട്ട് ലാലേട്ടൻ എത്തുന്നതാണോ അല്ലെങ്കിൽ ഫുൾ ക്ലീഷയുമായിട്ട് എത്തുകയാണോ തുടങ്ങിയതിൻ്റെ നിരവധി ചോദ്യങ്ങൾ, സംശയങ്ങളൊക്കെ നിൽക്കുകയാണ്. ആ സംശയങ്ങൾക്കൊക്കെ ഒരു ഉത്തരവും കൂടിയായിരിക്കും ആ സിനിമ എന്ന് പറയുന്നത്. എന്തായാലും സിനിമകളുടെ അപ്ഡേറ്റുകളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും